നമസ്കാരം. ജീവിതം സാക്ഷിയിലേക്ക് ഏവർക്കും സ്വാഗതം. അമ്മയിൽ കവിഞ്ഞ് ഈ ലോകത്തൊന്നുമില്ല. അമ്മയാണെല്ലാം. അമ്മയാണ് സ്നേഹം, അമ്മയാണ് ദൈവം. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഇപ്പോഴും എല്ലാവരും പറയുന്നതും വർണ്ണിക്കുന്നതും ഒക്കെ അങ്ങനെ തന്നെ. പക്ഷേ ഇവിടെ വരുന്ന പല കേസസിൽ നമ്മൾ നോക്കുമ്പോൾ അമ്മമാർ മക്കളെ ഇങ്ങനെ ഒരു നിഷ്കരണം ഉപേക്ഷിച്ച് പോകുന്നതും, പിഞ്ചു കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് പോവുക, സ്വന്തം ജീവിത സൗഖ്യത്തിന് വേണ്ടി ആ കുഞ്ഞുങ്ങളെ പിന്നെ തിരിഞ്ഞു നോക്കാതിരിക്കുക. നിരന്തരം ഇങ്ങനെയുള്ള കേസ് വരുമ്പോൾ ഞങ്ങൾക്ക് ഈ ജഡ്ജിങ് പാനൽ അടക്കമുള്ളവർക്ക് ആശയക്കുഴപ്പമാണ്. അച്ഛൻ ഉപേക്ഷിച്ച് പോയി അമ്മ കഷ്ടപ്പെട്ട് മക്കളെ പോറ്റുന്നതൊക്കെ നമ്മൾ എത്രയോ കേട്ടിട്ടുണ്ട്. എത്രയോ മഹാരഥന്മാരായിട്ടുള്ളവർ അങ്ങനെ വളർന്നു വന്നിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഈ അമ്മമാർ നിസ്സാരമായിട്ട് കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് തൻ്റെ ഇഷ്ടത്തിന് ഒത്തുപോകുന്നു എന്നുള്ളതാണ്. ഇവിടെ ഇന്ന് പരാതിയായിട്ട് വന്നിരിക്കുന്നത് ചേർത്തലയിൽ നിന്ന് ഷാജി എന്നൊരാളാണ്. അദ്ദേഹത്തിൻ്റെ പരാതിയും സ്വന്തം കുഞ്ഞ് കഴിഞ്ഞൂൽ പ്രസവത്തിലെ തൻ്റെ കുഞ്ഞിനെ ശത്രുവിനേക്കാൾ വെറുക്കുന്ന ഒരമ്മ, ആ വീട്ടിൽ താമസിച്ചുകൊണ്ട് ആ കുഞ്ഞിനെ എന്തെല്ലാം ദ്രോഹിക്കാമോ അതൊക്കെ ചെയ്യുന്ന ഒരമ്മയുടെ പരാതി, ആ അമ്മയെക്കുറിച്ചുള്ള പരാതിയായിട്ടാണ് ഷാജിയുടെ വന്നിരിക്കുന്നത്. അതിനു മുൻപ് നമുക്ക് ജഡ്ജിങ് പാനലിനെ പരിചയപ്പെടാം. ശ്രീ കെ വാസുദേവൻ, ജുഡീഷ്യൽ മെമ്പർ കെൽസ. അഡ്വക്കേറ്റ് കല്ലട കെ ജി അലക്സാണ്ടർ, കെൽസ. ഷീന ലജീഷ്, സൈക്കോളജിക്കൽ കൗൺസിലർ. അപ്പോൾ നമ്മൾ ഷാജിയെ ഇനി വിളിക്കാൻ പോവുകയാണ്. ഷാജിയുടെ ഭാര്യയും മറ്റാൾക്കാരും ഇവിടെ എത്തിയിട്ടില്ല. ആരുടെ പേരിലാണോ പരാതി അവർ എത്താൻ വിസമ്മതിച്ചിരിക്കുകയാണ്. തീർച്ചയായും ഈ പരിപാടിക്ക് ശേഷം അവരെത്തുമെന്ന് തന്നെയാണ് വിശ്വാസം. ഷാജി ആദ്യം വിളിക്കാം. വരൂ ഷാജി. ചേർത്തല എവിടെയായിട്ടാ ഷാജി വീട്? ചേർത്തല പൂച്ചാക്കൽ. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 22 വർഷമായി. 22 വർഷം. ഷാജിയുടെ കുടുംബത്തിൽ ഷാജിയും ഷാജിയുടെ 2 സഹോദരന്മാരും അമ്മ, പെങ്ങള്, അച്ഛൻ എല്ലാവരും അടുത്തടുത്ത് തന്നെ താമസിക്കുന്നത്. 22 വർഷത്തിന് മുമ്പ് കല്യാണം കഴിച്ചത് ആ പ്രദേശത്ത് നിന്ന് തന്നെയുള്ള സ്ത്രീയാണോ? ആലപ്പുഴ കുട്ടനാട് താലൂക്കിലെ കാവാലത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വിവാഹം കഴിച്ചത്. അവിടെ നിന്നാണ് കഴിച്ചിരിക്കുന്നത്. എന്താ ഭാര്യയുടെ പേര്? വിജയശ്രീ. വിജയശ്രീ. ആ, മോളമ്മയെന്ന് വിളിക്കും. കല്യാണം കഴിഞ്ഞ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു? ആലോചിച്ച് തീരുമാനിച്ചു? കല്യാണം കഴിഞ്ഞ് വന്ന സ്ത്രീ വളരെ സന്തോഷമായിട്ട് നിങ്ങളുടെ കൂടെ ജീവിച്ചു. 20ാമത്തെ വയസ്സിൽ വിവാഹം കഴിക്കണ ഞാനാ. വിജയശ്രീ വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു അവരുടെ പെരുമാറ്റ സ്വഭാവം? വിജയശ്രീ വന്നിട്ട് പെരുമാറ്റം ആദ്യമേ ഒന്നും നമുക്ക് മനസ്സിലായില്ല. ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് വന്നതിൻ്റെ ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രമേ നമുക്കത് മനസ്സിലായുള്ളൂ. ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മാറ്റങ്ങളെന്ന് പറഞ്ഞെന്നാൽ എൻ്റെ ബന്ധുക്കളോടൊന്നും വലിയ സഹകരണവും മറ്റുള്ള രീതികളൊന്നും ഇല്ലെങ്കിൽ നമ്മളത് പെട്ടെന്നൊരു പുതിയ സ്ഥലത്തുനിന്ന് ഈ വടക്കേറ്റത്ത് ആലപ്പുഴ ജില്ലയുടെ വടക്കേറ്റത്ത് വന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്താഗതിയിലാണ് നമ്മളതൊക്കെ കണക്ക് കൂട്ടിക്കൊണ്ടിരുന്നത്. ആരോടും ചോദിച്ചു പോകാൻ പറ്റാത്ത നിലവാരമുള്ള ആളായിരുന്നു. സ്നേഹമായിരുന്നു. നിങ്ങളുമായിട്ട് പെരുമാറ്റമൊക്കെ നല്ല സ്നേഹമല്ലായിരുന്നു? ആദ്യം മാത്രമേ ഉള്ളായിരുന്നു. അന്നേരം ആ പെരുമാറ്റത്തിൽ വ്യത്യാസമുണ്ട്. വഴക്കുണ്ടാക്കുന്നതാണോ അതോ മൗനമായിട്ട് അങ്ങ് ഇരിക്കുക? മൗനമായിട്ട് ഇരിക്കുക. ഒരു വിഷാദ രോഗീനെ പോലെ മൗനമായിട്ട് വേറെ ആരോടും ഒരു എന്ന് വെച്ചാൽ എന്തും പറയാവുന്ന എന്നോട് പോലും ഒരു അകൽച്ച പോലെ അങ്ങനെ ഇരിക്കുന്നു. അപ്പം നമ്മളത് ശ്രദ്ധിക്കാറില്ലായിരുന്നു. അങ്ങനെ ഈ ആദ്യത്തെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ട് പോയി പ്രസവമൊക്കെ കഴിഞ്ഞ സംരക്ഷണം എല്ലാം കഴിഞ്ഞ് എനിക്ക് അന്നു മുതൽ ഇയാളിൽ ഒരു സംശയമുണ്ടായിരുന്നു. നമുക്ക് ആരോടും എന്ത് കാര്യം ഉണ്ടെങ്കിലും തുറന്ന് പറയാം. ഭർത്താവിനാടാ അല്ലെങ്കിൽ വീട്ടുകാരാടാ പറയാ. ഈ അച്ഛനെന്ന് പറഞ്ഞ ഒരു താഴ്ന്ന ചിന്താഗതിക്കാരനാണ്. പുള്ളിയാണ് എല്ലാം വലുതെന്നുള്ളതാണ് ഈ പെണ്ണിൻ്റെ അച്ഛൻ്റെ സ്വഭാവം. അത് നമ്മളത് കണക്കൂട്ടണല്ലോ. അച്ഛനെ അല്ല നമ്മൾ സ്നേഹിക്കേണ്ടത്, നമ്മളെ ഭാര്യയല്ലേ. അപ്പം എന്ത് പറഞ്ഞെന്നാലും പുള്ളി മകളെ കുറിച്ച് എന്ത് പറഞ്ഞെന്നാലും പുള്ളിക്ക് അത് ഒരു ഗ്രാഹ്യമില്ലാത്ത രീതിയായി. ആദ്യത്തെ കുട്ടി ആയിട്ട് വീട്ടിലേക്ക് വന്ന് ഈ കുട്ടിക്ക് 6 മാസം പ്രായം. ഒരു സുപ്രഭാതത്തിൽ വീട്ടിലെ സാധനങ്ങൾ മാറി താമസിക്കണം അന്നും പറഞ്ഞ് പെട്ടെന്നൊരു ചിന്താഗതി പോലെ അങ്ങോട്ട് എടുത്ത് വീട്ടിലുള്ള എന്നോട് വഴക്ക്, അച്ഛനോട് വഴക്ക്, അങ്ങനെ അമ്മയോട് വഴക്ക്. അങ്ങനെ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇയാൾ എന്തല്ലെന്നുള്ളത്. എന്നാൽ ഈ പ്രശ്നം വീടുകളിൽ പറയണുണ്ട്, അതുമില്ല. സ്വയം ഇയാൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അവിടുത്തെ സ്വയം തന്നെ വലിയ ആളാകാൻ നോക്കി, അച്ഛനെ പോലെ തന്നെ.
അതെനിക്ക് മനസ്സിലായി. ഇത് ഇങ്ങനെ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല, ഇവരുടെ വീട്ടിൽ ചെന്ന് കാര്യം പറയണമെന്നും പറഞ്ഞ് ഞാൻ നേരെ ഈ കാവാലത്തേക്ക് വന്ന് അച്ഛനോട്, എൻ്റെ അമ്മായി അച്ഛനായ അച്ഛനോടും അമ്മയോടും കൂടി പറഞ്ഞ് അതെൻ്റെ മോളെ ചീത്തേക്കാനുള്ള വേലയെന്ന് പറഞ്ഞു. ഉടനെ ഈ അച്ഛൻ അവിടെ നിന്ന് വിളിക്കുകയാണ് ഈ മോളെ, ഫോൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ മോള് ഇവിടെ നിന്ന് പിറ്റേ ദിവസം യാത്ര ഈ കാവാലത്തേക്ക് പോവുക. ഈ 6 മാസം പ്രായമുള്ള ഈ കുട്ടീനെ ഇട്ടിട്ടങ്ങ് പോയി. ഇട്ടിട്ടു. അങ്ങനെ പോയി ഈ കുട്ടി പിന്നെ സംരക്ഷിക്കേണ്ടത് എൻ്റെ അമ്മയും പെങ്ങളും ഞങ്ങളെല്ലാവരും കൂടിയാണ് സംരക്ഷിക്കും. എനിക്ക് ഷാജി ഇവർക്ക് മാനസികമായിട്ട് കുഴപ്പമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. മാനസികമായി ഉണ്ടാകാൻ കാരണം ഈ അച്ഛൻ കാരണമാണ്. നിങ്ങൾ അവരെ ഡോക്ടറെ കാണിച്ചായിരുന്നോ? അതില്ല, കാണിക്കാൻ ശ്രമിച്ചില്ല. കാര്യം ഇത് അംഗീകരിക്കരുത്, അച്ഛനും അമ്മയും അംഗീകരിക്കത്തില്ല. അച്ഛനും അമ്മയും അംഗീകരിക്കാണ്ട് എനിക്കിതൊന്നും ചെയ്യാനൊക്കത്തില്ല. വണ്ടാനം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയത് അത് വീട്ടിൽ പോയപ്പോൾ എനിക്ക് ഒരു ബാധ്യതയുണ്ടല്ലോ, ഈ സ്ത്രീ അന്വേഷിക്കേണ്ട കടമയുണ്ടല്ലോ. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ വന്നില്ലെന്ന് പറഞ്ഞ്, അങ്ങനെ പിന്നെ ഞാൻ അവിടെ പോയി അങ്ങനെ പോകാറുണ്ട്. അപ്പം ഞാൻ ഏതായാലും കണക്കൂട്ടി ഈ മൂത്ത കുട്ടീനെ ഇവള് വന്ന് കൊണ്ടുപോകാണ്ട് തിരിച്ച് ഇവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകത്തില്ല. അങ്ങനെ ഞാൻ ഈ ആഴ്ചയിൽ വല്ലപ്പോഴും അവിടെ ചെല്ലുമായിരുന്നു. അങ്ങനെ ചെന്ന് കഴിഞ്ഞാണ് ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ ഇയാള് അവിടെ നിന്ന് രണ്ടാമത്തെ കുട്ടികളെ ഗർഭിണിയായി. ഇവള് രണ്ടാമത് ഗർഭിണിയായപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുക. വേറെ മാറി താമസിച്ചുകൊണ്ടാണ് ഇവളെ വിജയശ്രീനെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. വീട്ടിലേക്ക് കൊണ്ടുപോയി കഴിയുമ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇനി ഇവിടെ താമസിക്കാനൊക്കെ അല്ലേ, എനിക്കൊരു വീട്ടിൽ പോകണമെന്നും പറഞ്ഞ് തിരിച്ചു പോരുകയാണ് ചെയ്തത്. പിന്നെ 9-ാം മാസമായപ്പോൾ സാമുദായികപരമായിട്ട് ബന്ധപ്പെട്ട് വരിക. പിന്നെ അതുവരെ ഈ 9 മാസത്തിനിടെ ഞാൻ അന്വേഷിച്ചിട്ടില്ലെന്നുള്ള കാര്യം സത്യമാണ്. അല്ല, എന്നിട്ട് ഡോക്ടർ എന്താ പറഞ്ഞ ഇവരെ ചികിത്സിക്കാൻ കൊണ്ടുപോയ ഡോക്ടർ? വണ്ടാനം മെഡിക്കൽ കോളേജ് എൻ്റെ കരയോഗവും ഈ വിജയശ്രീയുടെ കരയോഗവും വിജയശ്രീയുടെ അച്ഛനും എൻ്റെ അച്ഛനും കൂടി മധ്യസ്ഥതയിൽ വണ്ടാനം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയില്ലേ. വണ്ടാനം മെഡിക്കൽ കോളേജിൽ കൊണ്ടുചെന്ന് കഴിഞ്ഞപ്പോൾ ഈ വിജയശ്രീനെ കാണിച്ച് എന്നെയും വിജയശ്രീനെയും കയറി പരിശോധിച്ച് ഇവരെല്ലാവരും നിൽക്കുക ചെയ്ത് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ വിജയശ്രീയെ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞില്ല. അച്ഛൻ മോളെങ്ങി വന്ന് പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് മോളെയും വിളിച്ചു പുറത്തേക്ക് ഇറങ്ങി. അവിടെ കിടന്ന് അഡ്മിറ്റ് ചെയ്തത് ഈ മാനസിക പ്രശ്നം ഉണ്ടെന്നുള്ളതുകൊണ്ടാണോ? ഉള്ളതുകൊണ്ടാണ് ഡോക്ടർ പറഞ്ഞ് അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അത്രയ്ക്ക് ഒരു ക്രിട്ടിക്കലായിട്ടുള്ളൊരു സംഗതിയാണ്. അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. സംഭവിച്ചല്ലേ, വിളിച്ചോണ്ട് പോയി. അച്ഛൻ പുറത്തേക്ക് ഇറങ്ങി ഞങ്ങളെ അനാവശ്യങ്ങൾ പറഞ്ഞ് വിളിച്ചോണ്ട് പോവുകയാണ് ചെയ്യും. പിന്നെ ഇയാള് പ്രസവിച്ചെന്നറിഞ്ഞ് കടപ്പുറ ആശുപത്രി പ്രസവിച്ചെന്നറിഞ്ഞ് ഇരട്ട പിള്ളേര് ജനിച്ച് ഞങ്ങളെ കാണാൻ അനുവദിച്ചില്ല. എന്നാലും ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു അത് അച്ഛനല്ലേ, അങ്ങനെ ഒന്ന് കാണിക്കാൻ പാടില്ല എന്ന് ചോദിച്ചതിൻ്റെ ഇവര് ആശുപത്രി വെച്ച് ഞങ്ങളൊന്ന് കാണിച്ചു. കാണാൻ അനുവദിക്കാൻ ഈ വിജയശ്രീയും അച്ഛനും അവർ രണ്ടുപേരും കൂടെ ചേർന്നു. ഈ കുട്ടികളെ കണ്ടേച്ചും വീട്ടിൽ ചെല്ലണത് സ്ത്രീലേഖ SP ആയിട്ട് ഈ ആലപ്പുഴ ഇരിക്കണമ്പോഴാണ് വനിതാ സെല്ല് മുഖേന സ്ത്രീ പീഡനം എന്ന് പറഞ്ഞ കേസ് എൻ്റെ പേരിൽ, അച്ഛൻ്റെ പേരില്ല, അമ്മയുടെ പേരിൽ, എൻ്റെ പെങ്ങളുടെ പേര്, 2 അനിയന്മാരുടെയും പേര് വരിക. ഞങ്ങളെ അവിടെ കോടതി ഹാജരാകാൻ ചെന്ന് ഞങ്ങളെ റിമാൻഡ് ചെയ്യുക. അപ്പോൾ ഈ കുട്ടി എൻ്റെ കസ്റ്റഡിയിലുണ്ട്, ഈ ഹർഷ എൻ്റെ മൂത്ത മോള്. അപ്പോൾ ഇത് രാവിലെ റിമാൻഡ് 10 മണിയാകുമ്പോൾ റിമാൻഡ് ചെയ്ത് ഞങ്ങളെ കോടതിയിൽ നിന്നും അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള സമയം കൊണ്ട് ഈ കൊച്ചിനെ ആരെ ഏൽപ്പിക്കും എന്നുള്ള ആ ഒരു കാരണം കൊണ്ട് റിമാൻഡ് അഴിച്ച് പോലീസ് സ്റ്റേഷനിൽ ഡെയിലി ഒന്ന് ഒപ്പിട്ട് വെക്കാൻ വേണ്ടി വേറെ ആരും നോക്കാനില്ലല്ലോ. അങ്ങനെ ഒരു കാരണം കൊണ്ട് അങ്ങനെ ഈ വിടിയാണ് ചെയ്തത്. അത് 7 വർഷം കഴിയണവരെ ഈ കേസിന് ഞങ്ങൾ നടന്നിട്ട് ഇവരാജരാകാതെ ഈ കേസ് തള്ളിപ്പോവുകയായി. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വേണ്ടപ്പെട്ടവർ ശ്രമിച്ച് വീണ്ടും ഈ കുട്ടി അധോഗതിയായി പോവുമല്ലോ എന്നോർത്ത് പെൺകുഞ്ഞ് എന്ന് വെച്ചാൽ അനിയൻ കല്യാണം കഴിച്ച്, രണ്ടാമത്തെ അനിയൻ കല്യാണം കഴിച്ച്, പെങ്ങളെ കല്യാണം കഴിച്ച്. പിന്നെ അമ്മ ഒരു പ്രായമായതുകൊണ്ട് അമ്മ ഒറ്റക്ക് നോക്കാനൊക്കത്തില്ല എന്നോർത്ത് രണ്ടാമത് ഈ വിജയശ്രീനെ ചർച്ച ചെയ്ത് എൻ്റെ ഇരട്ട പിള്ളേരായ അവർക്ക് 5 വയസ്സാവും
കൊണ്ടുവന്ന് ഇയാളെ നിങ്ങളുടെ അച്ഛനും അമ്മയുള്ള ആ പഴയ വീട്ടിൽ തന്നെ അല്ല. വീട്ടിലോട്ട് വേറെ വീട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു മത്സ്യത്തൊഴിലാളിയാണ്. അപ്പോൾ ക്ഷേമനിധി മുഖേന 30,000 രൂപ ലോണ് കിട്ടിയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു വീട് 2 മുറി അടുക്കളയുള്ള ഒരു വീട് വാർത്ത് കൂടുതൽ പണിയൊന്നും ചെയ്തില്ല. ഈ 30,000 രൂപയ്ക്ക് കിട്ടുന്ന ആ ഒരു രീതി അനുസരിച്ച് ഒരുവിധം ഇണക്കി ഇട്ടേക്കുകയാണ്. അപ്പോൾ എനിക്ക് വേറെ ആരും ഇല്ലല്ലോ. ആ ഒരു കാരണം കൊണ്ട് അങ്ങനെ ഇണക്കി ഇട്ടേക്കണമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് അതിൽ താമസമൊന്നുമില്ല. അപ്പോൾ വന്നപ്പോൾ പറഞ്ഞ് ഒന്ന് അപ്പുറത്തേക്ക് മാറി താമസിച്ചേക്കുക. അപ്പോൾ അച്ഛൻ കർശനമായ നിർദ്ദേശം പറഞ്ഞ് ഇവിടെ മൂത്ത മരുമകൾ കൊണ്ടുവന്നാലും കൊണ്ടുവന്നില്ലെങ്കിലും ഇവിടെ താമസിക്കാൻ പറ്റില്ല. എനിക്ക് ഈ വയസ്സാം കാലത്ത് പോലീസ് സ്റ്റേഷനിൽ കയറാൻ അത് ഇപ്പോഴും അച്ഛന് നിർബന്ധം. പോലീസ് സ്റ്റേഷനിൽ കയറാനും മറ്റുള്ളതിനും നേരെയും എന്നുള്ള നിർബന്ധ ബുദ്ധിക്കാരൻ അച്ഛൻ. അപ്പോൾ അതുകൊണ്ട് കയറ്റരുമെന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങനെ വന്ന് ഞാൻ അവിടെ കൊണ്ടുപോയി താമസിച്ച് ഞങ്ങളുടെ ബന്ധുക്കൾ അളിയനൊക്കെ കൂടി അവിടെ കൊണ്ടുപോയി താമസിപ്പിച്ച് ഞങ്ങളവിടെ അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇയാൾ ഈ കുട്ടീനെ ഈ മൂത്ത ഹർഷേനെ കൊണ്ടുവരുമ്പോൾ വീട്ടിൽ നിരന്തരം വഴക്കം. എന്താണ് ഈ കുട്ടിയോട് അവർക്ക് ഇങ്ങനെ ഒരു വിരോധം തോന്നാനുള്ള കാരണം? എന്ത് പറഞ്ഞിട്ടാ ഇവർ ഉപദ്രവിക്കുകയും എന്ത് പറഞ്ഞിട്ടെന്നോ എന്ന് പറഞ്ഞു മേഡം അന്ന് പറയണത് ഒരു കാരണം, തൻ്റെ അമ്മയുടെ അടുത്ത് താൻ വളർത്തിയ മകളാണ്, അതുകൊണ്ട് എനിക്ക് നോക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വളർത്തിയതാണെങ്കിൽ നീ പ്രസവിച്ചതല്ലേ എന്ന് ഞാൻ പലവട്ടവും ചോദിച്ചിട്ടുണ്ട്. അല്ല, ഇവര് 6 മാസം കൊണ്ട് ഇട്ടിട്ട് പോയത് കൊണ്ടല്ലേ അമ്മയുടെ നോക്കേണ്ടി വന്നത്? ആരെങ്കിലും ആയിട്ട് നോക്കാതിരിക്കാൻ നോക്കൂ? അതിന് ഇവർക്ക് ബന്ധത്ര ദേഷ്യം വരാൻ കാരണം വളരും തോറും ആ ദേഷ്യം ഇങ്ങനെ കൂടി സാധാരണ വളരും തോറും ദേഷ്യങ്ങൾ മക്കളോടുള്ള സ്നേഹങ്ങൾ കുറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അല്ല, ഈ മകൾക്ക് എങ്ങനെ അമ്മയോട് സ്നേഹവും? അമ്മയോട് സ്നേഹം എന്ന് പറഞ്ഞാൽ ഇപ്പൊ സാറേ ഇടപഴകാൻ പല പ്രാവശ്യവും ശ്രമിച്ചതാ, ഇന്നുവരെയായിട്ടും. അല്ല, നിങ്ങൾ വീട്ടിൽ വിളിച്ചോണ്ട് വന്നല്ലോ, കാര്യം വീട്ടിൽ വന്ന് താമസിക്കുമ്പോഴത്തേക്ക് അന്നേരം ഇതുവരെയായിട്ടും അതിനോട് സ്നേഹത്തിന്റെ ഇതല്ല അപകടപ്പെടുത്താനേ നോക്കിയിട്ടുള്ളൂ. നിങ്ങൾ എന്തിനാ ഈ സ്ത്രീ കുപ്പി കൊണ്ട് തലക്കടിച്ച്? അത് ഈ കൊണ്ടുവന്ന് കഴിഞ്ഞ് ഈ കുട്ടിയായിട്ട് ഞാൻ ഇവരെ വീട്ടിൽ മാറി താമസിക്കുക. അപ്പോൾ ഞാൻ ഈ രാത്രി പണിക്ക് പോയി മത്സ്യത്തൊഴിലാളിയാണ്. അപ്പോൾ അങ്ങനെ തിരിച്ചും വന്നു കഴിഞ്ഞപ്പോൾ ഈ കുട്ടിയായിട്ടുള്ള വഴക്കിൻ്റെ ആ വൈരാഗ്യം നിൽക്കുകയാണ് മകളുമായിട്ടുള്ള. അപ്പോൾ മകളെ തല്ലിയവർക്ക് ഞാൻ ഈ ആൺപിള്ളേരെ 2 പേരെയും തല്ലി. അപ്പോൾ 2 പേരും കൂടി ഇവളെ തല്ലി എന്നുള്ള ഒരു കാരണം കൊണ്ട് ഞാൻ 2 പേരെയും കൂടി തല്ലി എന്നുള്ള ഒരു കാരണം കൊണ്ട് ഞാൻ എന്നിട്ട് ഊണും കഴിച്ചേച്ചും ഇങ്ങനെ ഒരു മുറ്റത്തൊരു തൊട്ടിൽ പോലെ കെട്ടിയിട്ട് അതിന്മേ കിടന്നുറങ്ങും. ഈ പകല് ഈ തണലുള്ളതുകൊണ്ട് ഈ കമന്ന് കെട്ടി കിടന്നുറങ്ങിപ്പോയതുകൊണ്ട് ഇപ്പം പെട്ടെന്ന് അടി വന്നപ്പോഴാണ് തലക്ക് അടിച്ചു. ഒരു വെയിറ്റുള്ള നീല കുപ്പിക്ക് തലക്കടിക്കുകയാണ്. അടിച്ച് ഒരു 7 സ്റ്റിച്ചോളം ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ ഈ ഒച്ച കേട്ടുണ്ട് അയലോക്കക്കാരൻ പെട്ടെന്ന് ചാടി വരികയാണ് ചെയ്ത്. ചാടി വന്ന് അവന് ഈ അതിർത്തിക്കത്തേക്ക് കയറിയല്ല കാര്യം. അതിർത്തിക്കലത്തേക്ക് കയറി കഴിഞ്ഞാൽ അനാവശ്യങ്ങളേ പറയുള്ളൂ. ഈ മകള് എൻ്റെ കൂടെ വന്ന് വർത്താനം പറഞ്ഞെന്നാൽ പോലും ഈ മകളെ കൂട്ടി അനാവശ്യം പറയും. അനാവശ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മേഡം സാധാരണ ഒരു പുരുഷൻ കേൾക്കാൻ പാടില്ലാത്ത അനാവശ്യം. ഭാര്യയുടെ അച്ഛൻ ഈ കുഞ്ഞിനോട് എങ്ങനെയാ? അയ്യോ, നോക്കത്തില്ല. ഭാര്യയുടെ അച്ഛനും വേണ്ട ഈ കുട്ടീനെ? നോക്കത്തില്ല. ഈ ഭാര്യയുടെ അച്ഛൻ പറഞ്ഞു കൊടുക്കണതാണിത്. ഇയാള് ഈ കുപ്പിക്കടിച്ചും ഞാൻ ഈ നാട്ടുകാരൊക്കെ കൂടി ആശുപത്രി കൊണ്ടുപോയപ്പോൾ നേരെ യാത്രയിൽ പോവുകയാണ് ചെയ്തത്. ഈ 2 പിള്ളേരെ വിളിച്ചോണ്ട് പോയി. അവിടെ നിന്ന് സ്കൂളിൽ പഠിച്ചോളൂ, ഒരു പള്ളിവേളി സ്കൂളെന്ന് പറഞ്ഞാൽ അവിടെ പഠിപ്പിച്ചോണ്ടിരിക്കുക. അവിടെ നിന്ന് നേരെ അതൊന്നും നോക്കാണ്ട് നേരെ വിളിച്ചോണ്ട് വീട്ടിലേക്ക് പോയി. പിന്നെ ഞാൻ അന്വേഷിക്കാറില്ലായിരുന്നു. ഈ കേസ് ഇങ്ങനെ നടക്കിയിരുന്നു. നിങ്ങളുടെ തലക്കടിച്ച കേസ് ഇങ്ങനെ നടക്കിയിരുന്നു. ഇതൊക്കെ കാരണം കാണിച്ചുകൊണ്ട് ഞങ്ങൾ പാർട്ടിപരമായിട്ട് ബന്ധപ്പെട്ട് ഇവരെ കൊണ്ടുപോരാനോ അല്ലെങ്കിൽ ഇവരെ ഒഴിവാക്കാൻ വേണ്ടി. അപ്പോൾ അവർ പാർട്ടി വന്നേച്ചും പറഞ്ഞ് നിങ്ങളുമായിട്ട് ഞങ്ങൾ യാതൊരു വിധ ബന്ധവുമില്ല. ഞാൻ അന്നേരം വേറൊരാൾ പറഞ്ഞിട്ട് ഞാനൊരു വിവാഹം കഴിക്കാനായിട്ട് തീരുമാനിച്ച് വിവാഹം കഴിച്ചതിൻ്റെ 6ൻ്റെ അന്ന് ആ വീട്ടിൽ ചെന്ന് ഈ വിജയശ്രീയും അച്ഛനും ഈ 2 പിള്ളേരും കൂടി ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു. അവരവിടനെ പറഞ്ഞ് ഞങ്ങൾ നിങ്ങളുമായിട്ട് ഈ ബന്ധം ശരിയാകത്തില്ല, 2 പേര് ഞങ്ങളുടെ വീട്ടിൽ 2-3 പേര് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ആത്മഹത്യ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങളെ ഒഴിവാക്കിയേക്കണമെന്ന് പറഞ്ഞ് അതുപോലെ തന്നെ ഒഴിവാക്കി വിളിച്ചോണ്ട് പോയി. അവർ വിളിച്ചോണ്ട് പോയി. ഇത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ
നിന്ന് കഴിഞ്ഞ് അളിയനൊക്കെ എൻ്റെ അളിയനും അപ്പച്ചിയുടെ മകനും കൂടി ഇവരുടെ വീട്ടിൽ ചെന്നപ്പോൾ ഈ എൻ്റെ മക്കളെയും പിന്നെ വിജയശ്രീനെയും കൂടി കാണാനിടയിൽ അങ്ങനെ അവിടെ വെച്ച് സംസാരിച്ച് വീണ്ടും തിരിച്ചു കൊണ്ടുവരികയാണ്. എൻ്റെ ഇളയ അനിയൻ്റെ കല്യാണം, ഈ കല്യാണം ആ മുഹൂർത്തത്തിൻ്റെ തലേ ദിവസം നേരെ വിജയശ്രീ വീട്ടിലേക്ക് വന്ന് കയറി. അപ്പോൾ ഇത് വന്ന് ചോദിച്ചപ്പോൾ അളിയൻ പറഞ്ഞിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുമെന്ന്. അളിയനും പിന്നെ അപ്പച്ചിയുടെ മകനും പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുമെന്ന് പറഞ്ഞു. നമ്മളതൊന്നും ഒരു വഴക്കും ഉണ്ടാക്കിയില്ല. വന്ന് കയറി താമസിച്ചു. ആ അനിയൻ്റെ കല്യാണം കൂടി കഴിഞ്ഞപ്പോൾ നേരെ എന്നോട് പറഞ്ഞ് അപ്പുറത്തേക്ക് മാറി നമുക്ക് താമസിക്കണം, പിള്ളേരവിടെ പഠിച്ചുകൊണ്ടിരിക്കുക, ഈ വർഷത്തെ പഠിത്തം തീർന്നു കഴിഞ്ഞ് പിള്ളേരെ കൊണ്ടുവന്നോളാം. ഞാനോർത്ത് ഒരു മനം മാറിയാണ് വന്നിരിക്കുന്നത്, സ്വയം മനം മാറിയാണ് വന്നിരിക്കണമെന്ന് ഓർത്ത് കഴിഞ്ഞ് അപ്പോൾ ഈ ഹർഷയുടെ കാര്യം ഇതിനെക്കുറിച്ചൊന്നും ചോദിക്കത്തില്ല, വരികയില്ല, അന്വേഷിക്കുകയില്ല ഹർഷയുടെ. അങ്ങനെ നമ്മൾ പിന്നെ നമ്മുടെ ജീവിതം ഏതായാലും പോയി എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ്. ഏതായാലും ഇട്ട ജീവനുള്ള കാലം വരെ ജീവിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഇയാളായിട്ട് പിന്നെ അങ്ങനെ മേക്കപ്പ് ചെയ്ത് പോയി കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് നാട്ടുകാരിടപെട്ടാണ് ഈ ഹർഷേനെ വീട്ടിലേക്ക് കൊണ്ടുവരിക. എൻ്റെ വീട്ടിൽ എൻ്റെ മോളായ ഹർഷേനെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരിക. അപ്പൊ ഇത്ര നാൾ എവിടെയായിരുന്നു? ഈ കുടുംബത്ത്. ഏത് കുടുംബം? എൻ്റെ വീട്, എൻ്റെ അച്ഛനും അമ്മയും അനിയന്മാരൊക്കെ താമസിക്കുന്നു. അതിന് വിജയശ്രീ എതിർത്തില്ലേ? എതിർത്തെങ്കിലും പിന്നെ നാട്ടുകാരുടെ മുമ്പിൽ പുറത്തിറങ്ങാനൊക്കത്തില്ലല്ലോ. അങ്ങനെയുള്ള ഒരു സാഹചര്യം കൊണ്ട് അന്നേരം സമ്മതിച്ച് അത് ചെന്ന് ചെയ്ത പണി എന്നാന്നറിയാമോ? എന്നാ ഈ ആങ്ങളമാരായ 2 ആൺപിള്ളേരെ കൊണ്ട് ഒരുത്തനെ കൊണ്ട് നാവിക്കിട്ട് ചവിട്ടിക്കേണ്ടി ചെയ്തു. അതിന് ഞാൻ ചേർത്തല ആശുപത്രി കൊണ്ടുവന്ന് മരുന്നൊക്കെ മേടിച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ നാട്ടുകാർ ഇങ്ങനെ പറഞ്ഞ് അത് പിള്ളേർ തമ്മിൽ തല്ലുപിടിച്ചതിന് ഞാനെന്ത് ചെയ്യാനൊക്കെ എന്ന് ചോദിച്ചു. അതിന് കേസൊന്നും കൊടുത്തില്ല. കേസൊന്നും ഇവരാങ്ങളെയും പെങ്ങളുമാരാണ് തമ്മിൽ തല്ലിയെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഇത് കഴിഞ്ഞ് ഈ വിജയശ്രീ ഈ ഗ്യാസ് തുറന്നു വിട്ട്. അപ്പോൾ മകള് മുറ്റത്തിരുന്ന് വായിച്ചുകൊണ്ട് ഏതാണ്ട് എടുത്തോണ്ടിരിക്കുക. അപ്പോൾ ഗ്യാസ് തുറന്നു വിട്ട് മകള് പോയി ചായ തിളപ്പിച്ച് കൊടുക്കണം, അച്ചായിക്ക് എന്നെ വിളിച്ച് ചായ തിളപ്പിച്ച് കൊടുക്കണം. മനഃപൂർവ്വം കൊച്ചിനെ ഗ്യാസ് തുറന്ന് വിട്ടിട്ട് സ്നേഹമായിട്ട് 13 വയസ്സുള്ള കൊച്ചിൻ്റെ അടുത്ത് ഗ്യാസ്. അപ്പോൾ ഇവള് ഈ വെള്ളം പൈപ്പിൽ നിന്ന് എടുക്കാൻ വേണ്ടി കൊടുവിട്ട് പോവുകയും ചെയ്തു. അപ്പം ഞാൻ ഈ ഹാളിൽ കിടക്കെ, അന്നേരം ഈ ഹാളിലാണ് കിടക്കണേ, ഈ TV ഇങ്ങോട്ട് കിടന്ന കാരണം ഗ്യാസിന് മണതിൻ്റെ മുഖത്തോട്ട് ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് പറഞ്ഞ്. അപ്പോൾ ഞാൻ എഴുന്നേറ്റപ്പോൾ ചോദിച്ചു, അച്ഛാ ഞാൻ ചായ തിളപ്പിക്കുന്നതെന്ന് ചോദിച്ചു. അങ്ങാടി ചെല്ലുമ്പോഴാണ് ഞാൻ ഗ്യാസിൻ്റെ മണം എനിക്ക് മണങ്ങിയിട്ട് പോര് പിന്നെ തിളപ്പിച്ചാൽ മതി. ഞാൻ പെട്ടെന്ന് പിടിച്ച് പുറത്തിറക്കുകയും ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഗ്യാസ് 2ഉം തുറന്നിട്ട്. അത് മനഃപൂർവ്വമായിരിക്കും, അവരുടെ ഓർമ്മക്കുറവോ അശ്രദ്ധയോ. മനഃപൂർവ്വം ആരും ചെയ്യത്തില്ല. ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഏത് നിമിഷം അപകടമുള്ള സാധനമാണ്. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ കുഞ്ഞിനെ നാട്ടുകാരോട് പറഞ്ഞു ഇനി അവളുടെ അടുത്ത് നിർത്തണ്ടെന്ന്, നമുക്ക് ഇവളെ കേസ് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ നാട്ടുകാരെല്ലാവരും കൂടി പറഞ്ഞിട്ട് വനിതാ സെല്ലിൽ കൊണ്ടുപോയി പരാതി കൊടുത്തു. അവിടെ വന്നിട്ട് അംഗീകരിച്ചില്ല. പിന്നെ CMC-യിൽ എന്താ ആരോപണം എന്തായിരുന്നു പരാതിയിൽ പറഞ്ഞ കാര്യം? പരാതിയിൽ പറഞ്ഞേക്കണത് ഈ കുട്ടിയെ അംഗീകരിക്കണം എന്നുള്ള കാരണം. അല്ല, ഇത് ഗ്യാസ് തുറന്നു വിട്ടു അങ്ങനെ അതൊന്നും ആരോപിച്ചില്ലെന്ന് പറഞ്ഞാൽ ആരോപിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്കറിയാം ഇയാളെ ശിക്ഷിക്കുമെന്ന്. ഒരു കുട്ടീനെ കൊല്ലാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ആരാണെങ്കിലും ശിക്ഷിക്കുമെന്ന് നമുക്കറിയാവുന്നത്. പരാതി കൊടുക്കണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയെന്താ? അത് കൊടുക്കണ്ടെന്ന് തോന്നിയെന്ന് പറഞ്ഞാൽ ഞാൻ ആർക്കെതിരെ ഓടും? ഈ വേറെ 2 കുഞ്ഞുങ്ങളുണ്ട്, അതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യും? അവിടെ വെച്ച് തീരുമാനം ഉണ്ടായി. ഈ വിജയശ്രീയെ 6 വർഷത്തേക്ക് ശിക്ഷിക്കാനായിട്ട് തീരുമാനിച്ചു, ജയിലിലേക്ക് വിടാനാണ്. അച്ഛനുമായിട്ട് ബന്ധമുള്ള മകളാണ്, അതുകൊണ്ട് വിവാഹം കഴിക്കരുമെന്ന് പറയണത്. അങ്ങനെ ഒരു തള്ള പറയാൻ പറ്റിയതാണ്. വിജയശ്രീയും കൂടി പറഞ്ഞ് ഞങ്ങൾ ജീവിച്ചിരിക്കും കാലം വരെയും കർഷകയുടെ കല്യാണം തലേ ദിവസമാണെങ്കിൽ തലേ ദിവസം മുടക്കിയിരിക്കുമെന്ന് പറഞ്ഞു. അല്ല, ആൺകുട്ടികൾ എന്ത് കാരണമാണ് പറയുന്നത് സഹോദരി വേണ്ടെന്ന്? സഹോദരി അമ്മ പറഞ്ഞു കൊടുക്കണത് കൊണ്ട്. ആൺപിള്ളേര് ഞാനുമായിട്ട് സഹകരിക്കാൻ ഈ 2-3 വർഷം
വീട്ടിൽ നിന്ന് പഠിക്കണമെന്നുണ്ടെങ്കിലും ഞാനുമായിട്ട് സഹകരിക്കാനൊന്നും ചെയ്യരുത്. ഒന്നും ഒരു തള്ളയെന്നുള്ള രീതി തള്ള എന്തെങ്കിലും എന്നോട് മേടിച്ച് കൊടുക്കുന്നല്ലാണ്ട് ഒരു അച്ഛൻ ാണ് അല്ലെങ്കിൽ നിങ്ങളെ അച്ഛനോട് സംസാരിച്ച് മേടിയിരി അങ്ങനെയൊന്നും പറയത്തില്ല. ഇപ്പോൾ ഒരു സ്ത്രീ എവിടെ കൊണ്ട് ഒരു പരാതി കൊടുത്തെന്നാലും, ഒരു ആണിന ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തെന്നാലും, ഒരു പുരുഷൻ എത്ര തെറ്റുകാരനല്ലെങ്കിലും അവൻ അപ്പം പിടിച്ചോണ്ട് പോയി. അങ്ങനെ 5-6-7 പ്രാവശ്യം പിടിച്ചോണ്ട് പോയതാ. വിളിച്ച് വീട്ടിൽ നിന്ന് ഫോൺ ചെയ്ത് പറഞ്ഞാൽ മതി, അപ്പോൾ വന്ന് പോലീസ് തന്നെ പിടിച്ചോണ്ട് പോകും.